ഗുഡ് മോർണിംഗ് എവരി വൺ. വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ആയിരിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ ചിന്തിക്കുവാനും സ്വർഗം തന്നിരിക്കുന്ന സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തോളുന്നു. എബ്രായർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 30 മുതൽ 32 വരെതായ വാക്യങ്ങൾ വായിക്കുന്ന സമയം അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് കൊടുക്കുന്നതായ നല്ലൊരു സന്ദേശം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതായ കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ, നാം ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ, നാം എടുക്കുന്നതായ പല തീരുമാനങ്ങളും പല സന്ദർഭങ്ങളിലും ദൈവികമല്ല എങ്കിലും ദൈവികമായിരിക്കുന്നതായ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മളത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണോ എന്നതും അത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് എങ്കിൽ അത് ദൈവത്തെയും നമ്മളെയും സന്തോഷിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ സമയമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സ്വാധീനം നന്മയ്ക്കും തിന്മയ്ക്കും ഒരു ശക്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയരായി ജീവിക്കുന്നതായ സമയം നമ്മൾ പലപ്പോഴും ചിന്തിക്കാവുന്നതായ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ പൂർണ്ണരാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായ കാര്യം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ശരിയായ തീരുമാനമെന്ന്. പലപ്പോഴും നാം ചിന്തിക്കുന്നതായ കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്നുള്ളതായ കാര്യങ്ങൾ. പലപ്പോഴും നാം ചിന്തിക്കുന്നതായ കാര്യമാണ് എൻ്റെ പ്രവൃത്തിയാണ് അത് ഏറ്റവും ശരിയായ പ്രവൃത്തി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇതുവരെയും ചെയ്തിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ പലപ്പോഴും നാം മനസ്സിലാക്കുന്നതായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ എടുത്തതായ തീരുമാനങ്ങൾ, നമ്മൾ ചെയ്തതായ പ്രവൃത്തികൾ, നമ്മൾ സംസാരിച്ചതായ വാക്കുകൾ, നമ്മൾ പ്രവർത്തിച്ചതായ ചില തെറ്റായ തീരുമാനങ്ങൾ അത് ദൈവീകം അല്ല എന്നും അത് ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എതിരെയുള്ളതായ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ ആത്മാവും അതിൻ്റെതായ സ്വന്തം അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് നാം സ്നേഹമുള്ളവരായിരിക്കണമെന്നാണ്. പലപ്പോഴും നമ്മുടെ ദൈവം സ്നേഹമുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോഴും നമ്മളിൽ നിന്നും പലപ്പോഴും കപടമായിരിക്കുന്ന സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നാം അവരോട് ചിരിക്കാറുണ്ട്, നാം അവരോട് സംസാരിക്കാറുണ്ട്. പക്ഷെ നാം അവരോട് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും അവരെക്കുറിച്ച് മോശമായിരിക്കുന്നതായ കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയും നമ്മൾ അവരുടെ മുന്നിൽ ചിരിയോടുകൂടി നിൽക്കുന്നതായ സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത് നാം നമ്മുടെ ശിഷ്ടാന്തങ്ങൾ കൊണ്ട് ഉത്തമമായിരിക്കുന്ന ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്, നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്, നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയുള്ളതാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മാനസികമായി പീഡിപ്പിക്കുന്നതാണ് എങ്കിൽ നാം ഇന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യം അത് യഹോവയ്ക്ക് ഹിതമുള്ളതായ കാര്യമല്ല എന്നതാണ്. അതേപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നതായ ഒരു കാര്യം ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവവും ക്രിസ്തുവിൽ നിങ്ങളുടെ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷമിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരനോട് നമ്മൾ കരുണ കാണിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരനോട് നമ്മൾ ഒരു ഈടാർന്ന സ്നേഹബന്ധത്തിൽ നമ്മൾ പോകുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കൾ തന്നെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതായ വീഴ്ച എന്ന് പറയുന്നത് നമ്മൾ സഹോദരന്മാരുമൊത്ത് നമ്മൾ സ്നേഹത്തിൻ്റെ പാട്ടുകൾ പാടും, നമ്മൾ ക്ഷമയുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, ക്ഷമയെക്കുറിച്ചുള്ളതായ വചനങ്ങൾ നമ്മൾ കേൾക്കും, നമ്മൾ മറ്റുള്ളതായ വ്യക്തികളോട് നമ്മൾ ക്ഷമിക്കണമെന്നും നാം സ്നേഹത്തിലായിരിക്കണമെന്നതിനെ കുറിച്ചൊക്കെയും നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കാത്തത് കൊണ്ട് നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് വളരെ ദുഃഖത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നാം ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കണം. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ എടുക്കേണ്ടതായ ഒരു തീരുമാനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നതായ ലേഖനത്തിൽ എഫേസ്യരോട് പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയല്ല വേണ്ടത്, പിന്നെയോ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ നമ്മൾ അന്യോന്യം ക്ഷമിച്ചും ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കണം. ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവയായ ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ വചനത്തിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു.
അടിയങ്ങളുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ, ചിന്തകൾ, സംസാരങ്ങൾ, അടിയങ്ങൾ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങൾ ചെയ്യുന്നതായിരിക്കാൻ കൃപ ചെയ്യണം. ആത്മാവിന് ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കാതെ അടിയങ്ങൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ അടിയങ്ങൾ മുറുകെ പിടിക്കുകയും ആ സത്യത്തിൽ അടിയങ്ങൾ ക്രിസ്തുവിനോട് പറ്റിച്ച് ജീവിക്കുന്നതായിരിക്കാൻ അവിടെ കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ദിവസത്തിനായ സ്തോത്രം. അത് അനുഗ്രഹമുള്ളതായി തീരാൻ കൃപ ചെയ്യണം. പരിശുദ്ധാത്മാവിനെ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം അടിയങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണം. അടിയങ്ങൾ ചോദിച്ച കുറവാണ്, അധികമായി നന്മ നിറയ്ക്കണം. ക്രിസ്തുയേശു മാത്രം അടിയങ്ങളെ പ്രാർത്ഥിക്കണം. പിതാവേ, ആമേൻ.